നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന മണിത്തക്കാളിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വഴുതന വർഗ്ഗത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണിത്. സൊളാനേസി കുടുംബാംഗമായ ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം സൊളാനം നൈഗ്രം എന്നതാണ്. ഏകദേശം 4 അടിയോളം ഉയരത്തിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇതിൻ്റെ പൂക്കൾ വളരെ ചെറുതും വെളുത്ത നിറത്തിലും കാണപ്പെടുന്നു. ഇതിൻ്റെ കായ വളരെ ചെറുതും അത് 2 തരത്തിലായി കാണപ്പെടുന്നു. ഒന്ന് ചുവപ്പ് നിറത്തിലും മറ്റത് കറുപ്പ് കലർന്ന നീല നിറത്തിലും കാണപ്പെടുന്നു. കയ്പ് കലർന്ന മധുരരസമാണ് ഇതിൻ്റെ കായയ്ക്ക്. കരിന്തക്കാളി, മണിത്തക്കാളി എന്നീ പേരുകളിലെല്ലാം ഇത് നാടൻ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്നു. ഈ സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധയോഗ്യമാണ്. ആയുർവേദത്തിൽ പ്രധാനമായും വാതപിത്ത കഫങ്ങളുടെ ശമനത്തിനാണ് ഇത് ഉപയോഗിച്ചു വരുന്നത്. ഹൃദ്രോഗത്തിന് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാവുന്ന സസ്യമാണിത്. കൂടാതെ വാതരോഗങ്ങൾക്കും ചർമ്മരോഗങ്ങൾക്കും ഇത് നല്ലൊരു ഔഷധമാണ്. എല്ലാ തരത്തിലുള്ള വൈറ്റമിനുകളും പ്രോട്ടീൻ, കൊഴുപ്പ്, ഇരുമ്പ് എന്നിവയാൽ സമ്പന്നമാണ് ഈ സസ്യം. മഞ്ഞപ്പിത്തത്തിന് ഇത് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാവുന്നതുമാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഈ മണിത്തക്കാളിക്ക് കാകമാജി എന്നാണ് സംസ്കൃതത്തിൽ പേര് പറയുക. അതായത് ഇത് വളരെ നല്ലൊരു ഔഷധമാണ് മണിത്തക്കാളി. ഇത് ഈ വിഷശമനമായിട്ട് ഉപയോഗിക്കും. പ്രത്യേകിച്ച് ശരീരത്തിലുണ്ടാകുന്ന ഈ എൻഡോടോക്സിൻസ്, അതായത് ഈ മെറ്റബോളിക് ബൈ പ്രോഡക്റ്റ്, ചില ടോക്സിക് മെറ്റീരിയൽ വരുന്ന അതിനെ തുറന്ന് ലിവർ വീക്കായിട്ട് പല അസുഖങ്ങളുണ്ടാകും, പ്രത്യേകിച്ച് ഈ ത്വക്ക് രോഗങ്ങൾ. അതിൽ ഈ കാകമാജി സമൂലം അല്ലെങ്കിൽ മണിത്തക്കാളി സമൂലം അരച്ച് തേൻ ചേർത്ത് 2 നേരം കൊടുത്തു കഴിഞ്ഞാൽ വളരെ ആശ്വാസം ഉണ്ടാകും. മാത്രമല്ല ഈ ലിവർ പ്രൊട്ടക്റ്റീവായിട്ട് ഈ മദ്യപാനം ചെയ്യുന്ന ആൾക്കാർ ദിവസേന ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കാകമാജി അല്ലെങ്കിൽ മണിത്തക്കാളി അരച്ച് കഴിച്ചാൽ ലിവർ വീക്കാവാണ്ട് കഴിക്കാം. എന്നുവെച്ചാൽ മദ്യപാനം വേണമെന്നുള്ളതല്ല അർത്ഥം, പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. പിന്നെ ഇത് ഈ ത്വക്ക് രോഗത്തിൽ ഇത് അരച്ച് പുറമെ പറ്റിക്കഴിഞ്ഞാൽ ഈ കട്ടിയും അതുപോലെ ചൊറിയും കുറയും.